ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 50 നോമ്പിൻ്റെ ഈ നാളുകളിൽ മനന ശിഖരം എന്ന ധ്യാനയാനത്തിലൂടെ ദൈവവചനവുമായുള്ള ബന്ധത്തിൽ മനനത്തിൻ്റെ ശിഖരങ്ങളിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കൃപ ചൊരിഞ്ഞ വലിയവനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അളക്കപ്പെടുവാനാവാത്ത ദാനമെന്ന ചിന്താവിഷയമാണ് ഇന്ന് സഭയായി നാം ധ്യാനിക്കുന്നത്. അതിന് ആധാരമായി 3 വേദഭാഗങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 10-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെയാണ്: വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലോ വയ്ക്കുന്നത്. അളക്കപ്പെടുവാനാവാത്ത ദാനമെന്ന് നാം പറയുമ്പോൾ സ്വർഗം ഭൂമിക്ക് നൽകിയ അളക്കപ്പെടാനാവാത്ത ദാനമാണ് നിസ്തുല്യനായ ക്രിസ്തു. ക്രിസ്തുവിൻ്റെ വചനം അളക്കപ്പെടാനാവാത്തതാണ്. ക്രിസ്തുവിലൂടെ രക്ഷ, ക്രിസ്തുവിലൂടെയുള്ള പ്രത്യാശ, വചനത്തിൻ്റെ വെളിച്ചം, ഇതെല്ലാം നമുക്ക് അളക്കപ്പെടാനാവാത്ത ദാനങ്ങളാണ്. അനേകം അളക്കപ്പെടാനാവാത്ത ദാനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ടാഗോർ ഗീതാഞ്ജലി പറയും, നിന്റെ അനന്തമായ സമ്മാനങ്ങൾ എൻ്റെ ഈ ചെറിയ കൈകളിലാണ് വന്നു ചേരുന്നത്, എങ്കിലും നീ പിന്നെയും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ അളക്കപ്പെടാനാവാത്ത ദാനങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് കർത്താവിൻ്റെ ഹിതപ്രകാരം ലോകത്തിന് വെളിച്ചം കൊടുക്കുക എന്ന് പറയുന്നത്. വെളിച്ചം എന്ന് പറയുന്നത് അളക്കപ്പെടാനാവാത്ത അനന്തമായ സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ക്രിസ്തു ആകുന്ന വെളിച്ചത്തോട് ചേർന്നിരുന്നു കൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു വെളിച്ചം ലോകത്തിന് കൊടുക്കുവാനുള്ള വലിയ നിയോഗമാണ് ഈ ഭാഗത്ത് കർത്താവ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതം വിളക്കുകളാണെങ്കിൽ, നമ്മുടെ ഓരോ ജീവിതവും ഓരോ വിളക്കാണെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളാൽ എടുക്കപ്പെടുന്ന വിളക്കുകളായി, കർത്താവിൻ്റെ കരങ്ങളാൽ തെളിക്കപ്പെടുന്ന വിളക്കുകളായി തീരുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ആത്യന്തികമായ നമ്മുടെ ഒരു നിയോഗം എന്ന് പറയുന്നത്. പണ്ടൊരു സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. അവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് അന്ന് പ്രഗത്ഭനായ വാഗ്മിയായ ഡോക്ടർ ഡി ബാബു പോൾ IAS ആണ്. അദ്ദേഹം ഉദ്ഘാടനത്തിൻ്റെ സമയമായപ്പോൾ നിലവിളക്ക് കൊളുത്തുവാനായി വിളക്കിൻ്റെ സമീപത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെയുള്ള അധ്യാപകർ ഒരു കൊച്ചുകുട്ടിയുടെ കൈവശം ഒരു കൈവിളക്ക് കൊടുത്ത് ആ വിളക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് കൊടുത്തു വിടുകയാണ്. ആ കൈവിളക്ക് അദ്ദേഹം ഏറ്റുവാങ്ങി അദ്ദേഹം ആ വിളക്ക് തെളിക്കുന്നു. അതിനകത്ത് 7 തിരികൾ തെളിക്കുന്നു. ആ കുട്ടി പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു കൊച്ചു കൈവിളക്കാണ് കൊടുത്തത്, എന്നാൽ അദ്ദേഹം അതുകൊണ്ട് അനേകം തിരികൾ തെളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രബോധനങ്ങളും പ്രസംഗവും എല്ലാം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരു വഴി വെളിച്ചമാക്കി മാറ്റിയെന്ന്. പ്രിയമുള്ളവരെ, ഈ കുട്ടിയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS എന്ന് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആ വ്യക്തിത്വം. അപ്പോൾ നമ്മളാകുന്ന ചെറിയ കൈവിളക്കുകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് അതുകൊണ്ട് അനേകം വിളക്കുകൾ തെളിക്കുന്ന അനുഗ്രഹകരമായ അനുഭവം സമ്മാനിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ട, ഒരു വിളക്ക് എപ്പോഴാണ് അത് തുടർച്ചയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിളക്കിനെ സംബന്ധിച്ചിടത്തോളം എണ്ണ അതിലുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രകാശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിളക്കിൻ്റെ അടുത്ത് എണ്ണ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനം നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനം നമ്മുടെ ഉള്ളിലാകുമ്പോഴാണ് അത് വെളിച്ചമായിട്ട് തീരുന്നത്. ഗുരുസാഗരം എന്ന ആ നോവലിൽ OV വിജയൻ എഴുതുമ്പോൾ അതിൽ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞുണ്ണി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായ ഒരു ലളിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ആ മുറിയിൽ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വിളക്കിരിക്കുന്നു. അത് പൊടി പിടിച്ചിരിക്കുന്ന വിളക്കാണ്. അദ്ദേഹം കുറച്ച് പഴന്തുണി വാങ്ങിച്ച് അതൊക്കെ അതിൽ നിന്നും ചെറിയ തിരികളൊക്കെ ഉണ്ടാക്കി വിളക്ക് തിരികൾ ഉണ്ടാക്കുന്നു. പിന്നീട് അദ്ദേഹം അത് തുടച്ചൊക്കെ വൃത്തിയാക്കി അവിടെ ഇരുന്ന എണ്ണക്കുപ്പിയിൽ നിന്ന് എണ്ണ പകർന്നിട്ട് ലളിതയോട് പറയുന്നു, നീ ഇത് തെളിക്കുക. അപ്പോൾ ലളിത പറയുന്നുണ്ട്, പണ്ടിത് തെളിച്ചിരുന്നു, എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഈ എണ്ണ ഇതുപോലെ പകർന്ന് നീ ഇത് വിളക്ക് തെളിക്കണം, പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നാളുകളിൽ നമ്മൾ വചനത്തെ കൂടുതലായി വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, വചനം നിരന്തരം പകരപ്പെടുമ്പോൾ മാത്രമാണ്
നമ്മുടെ വിളക്കുകൾ നിരന്തരം ശോഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. കർത്താവ് ഇവിടെ പറയുന്ന തണ്ടിന്മേൽ വെച്ച വിളക്കുകളാകുവാനാണ്. കർത്താവ് പറയുന്നു, ഇതാ ഈ പറയും കീഴിൽ വെച്ചാൽ എന്താണ് കുഴപ്പം? ചിലപ്പോൾ അത് കെട്ടുപോയെന്ന് സാധ്യത വരെയുണ്ട്. അതുപോലെ കട്ടിൽ കീഴിൽ വെച്ചാൽ അതാ വെളിച്ചം പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നു, പരമാവധി പ്രകാശം കിട്ടണമെങ്കിൽ തണ്ടിന്മേൽ വെക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന സന്ദേശമാണ് അതിലുള്ളത്. GS പ്രദീപ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ആ വ്യക്തി അദ്ദേഹം അശ്വമേധം പരിപാടിയിലൊക്കെ ശ്രദ്ധേയനായ വ്യക്തിയാണല്ലോ. അദ്ദേഹം അഴീക്കോട് സാറിനെ കാണാനായിട്ട് പോയ ഒരു സന്ദർഭത്തെക്കുറിച്ച് കുളമ്പടി ഒച്ചകളുടെ ഡയറി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ചെല്ലുമ്പോൾ അത്യാസന്ന നിലയിലാണ് അഴീക്കോട് സാറ്. അദ്ദേഹത്തിന് അധികം സംസാരിക്കാനും സാധിക്കുന്നില്ല. എന്നാൽ പ്രദീപിനെ കാണുമ്പോൾ ആ സൗഹൃദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അഴീക്കോട് സാറ് പറയുകയാണ്, പ്രദീപ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശമാകുന്ന ദീപമെന്നല്ല, പ്രകാശമാകേണ്ട ദീപമെന്നാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന പലതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഈ GS പ്രദീപ് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ അത്തരത്തിലുള്ള ശീലങ്ങളെയൊക്കെ പടിയിറക്കി വിട്ടു എന്നാണ്. ഇതൊരു നോമ്പ് അനുഭവമാണ്. വെളിച്ചത്തിന് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ പടിയിറക്കി വിടുവാനായിട്ട് നിശ്ചയമായിട്ട് നമുക്ക് സാധിക്കണം. വി മധുസൂദനൻ നായരുടെ ഒരു കവിതയിൽ പറയും, നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്ത് ചെയ്തു? നീ പ്രാണനാൽ എത്ര വിളക്ക് കൊളുത്തി നീ, നാളത്തെ യജ്ഞത്തിന് എന്ത് ഹവിസായി കൊടുത്തു നീ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തോട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്, ഈ വിളക്ക് കൊണ്ട് എത്ര വിളക്കുകൾ തെളിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അത് കഴിയണമെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട വിളക്കുകളായി നമ്മൾ തീരണം. വചനമാകുന്ന എണ്ണ അതിൽ നിരന്തരം പകരപ്പെടണം. ആ വെളിച്ചത്തിന് തടസ്സമായതിനെയൊക്കെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് സാധിക്കണം. നമ്മുടെ നോമ്പുകാലം അതിന് നമ്മളെ ഒരുക്കുന്ന ഒരു അനുഭവമായി തീരട്ടെ. അത്തരത്തിൽ ഉയർപ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ, ഈ ധ്യാനം ഇവിടെ ഉപസംഹരിക്കുന്നു.